ഹായ്, നമുക്കിന്ന് മുട്ടക്കറി ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റാം. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അര തക്കാളി ചേർക്കാം. അതിനുശേഷം തീ കുറച്ച് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ വീതം അതും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെള്ളം വറ്റി വരുമ്പോൾ വീണ്ടും വെള്ളം ചേർത്ത് വഴറ്റുക. എന്നിട്ട് നമുക്ക് എണ്ണ തെളിയുന്നവരെ വരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പറാണ്. നമുക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ സൂപ്പർ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. കറി കൂടുതൽ ടേസ്റ്റിയറും തിക്കറും ആക്കണമെങ്കിൽ തേങ്ങാപ്പാലും പച്ചമുട്ടയും മിക്സിയിലൊന്ന് അടിച്ച് ചേർത്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചോ ഗേൾസ്.